കഴിയൂല. അവിടുത്തെ കാലിന് മുള്ളു നിറക്കുന്നത് പോലും ഖുബൈബിന് സഹിക്കൂല. അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം കൊടുത്തു. പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നു, എന്റെ റബ്ബിന് സുജൂദ് ചെയ്തിട്ട് എനിക്ക് മതി വന്നില്ല. എന്റെ റബ്ബിന് സുജൂദ് ചെയ്തിട്ട് എന്റെ കൊതി തീർന്നില്ല. എന്തേ ഞാൻ ഈ പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കിയത്? ഖുബൈബിന് മരണത്തെ പേടിയാണ്. ഖുബൈബ് മരണത്തെ പേടിച്ചിട്ട് നിസ്കാരം വൈകിക്കുകയാണ് എന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിപ്പോയാൽ അതെനിക്ക് വലിയ കുറവാണ്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ വരാൻ പാടില്ല എന്ന നിലക്കാണ് പെട്ടെന്ന് നിസ്കാരം കഴിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ചുരുക്കുകയാണ്, അങ്ങനെ തൂക്ക് കയറിനെ കയറ്റാൻ വേണ്ടി പോകുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുകയാണ്. എന്തിനാ കരയുന്നത്? മരണപ്പെടാൻ പോകുന്നതിന്റെ ബേജാറല്ല, ലോകത്തോട് വിട പറയുന്നതിന്റെ ബേജാറല്ല. ولست بالين اقتال مسلم على أي جنب كان لله مزرعي. അതേ മുസ്ലിമായി ജീവിക്കാനുള്ള, മുസ്ലിമായുള്ള പിറവിക്ക് അല്ലാഹു തൗഫീഖ് തന്നിട്ടില്ലെങ്കിലും മുസ്ലിമായി ഹബീബിന്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹ് എനിക്ക് തന്നില്ലേ. ഇത്ര വലിയ ഓഫറുകൾ എന്റെ മുമ്പിലുണ്ടായിട്ടും, ഇത്ര വലിയ ആനുകൂല്യങ്ങൾ എന്റെ മുമ്പിൽ കിടന്നിട്ടും അല്ലാഹ് എന്നെ മുസ്ലിമായി മരിക്കാനുള്ള അവസരം തന്നില്ലേ എന്നിങ്ങനെ തുടങ്ങുന്ന ആ ബൈത്തും പാടിയിട്ട് ഹബീബിനെ വിളിച്ചു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. മദീനയിൽ വെച്ച് ഹബീബായ തങ്ങൾ പൊട്ടിക്കരഞ്ഞ് സ്വഹാബത്തിനോട് പറയുന്നു, എന്നെ ഖുബൈബ് തൂക്ക് കയറിലാണ്, എന്റെ ഖുബൈബ് തൂക്ക് മരത്തിലാണ്. സലാം ചൊല്ലിക്കൊണ്ട് ആ ഖുബൈബ് ലോകത്തോട് യാത്ര പറയാൻ പോവുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയ സ്ഥലം ഇപ്പൊ നമ്മൾ പോകുന്ന ആയിഷ പള്ളി നിൽക്കുന്ന സ്ഥലം. ആ സംഭവം കേട്ടില്ലേ? ആ ചരിത്രം മുന്നേ കേട്ടില്ലേ? ആ ചരിത്രത്തിന്റെ സാക്ഷിയായ സ്ഥലമാണ് ആയിഷ പള്ളി നിലകൊള്ളുന്ന ഈ സ്ഥലം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആയിഷ പള്ളിയിലേക്ക് നമ്മൾ എത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു, എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണു കാണാത്ത സ്വഹാബിയാണ് ഉമ്മു മക്തൂം റളിയല്ലാഹു. സുബഹി സമയത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ